ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ക്രിസ്മസിൻ്റെ പോയിൻസെറ്റിയ ഫ്ലവറാണ്. ഇത് റെഡ് കളറും ഉണ്ടാക്കാം, വൈറ്റ് കളറും ഉണ്ടാക്കാം. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. അതിനാദ്യം നമുക്കൊരു മാജിക് റിംഗ് ഉണ്ടാക്കാം. അപ്പം നമ്മളിങ്ങനെ ചുറ്റിയിട്ട് താഴത്തെ യാണിനകത്തോടെ കൊടുത്ത് മുകളിലത്തെ യാണിൽ കൂടെ ചുറ്റി വലിച്ചെടുത്തിട്ട് ഒരു ചെയിൻ കൊടുത്ത് കഴിയുമ്പോൾ മാജിക് റിംഗ് ആയി. ഇനി നമുക്ക് അതിനകത്ത് 3 ചെയിൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ 3 ചെയിൻ ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൂട്ടുന്നത്. അപ്പോൾ ഒന്നായി, ഇനി ഒന്നുകൂടെ വേണം. അതിനുവേണ്ടി നമുക്കൊരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പം 2 പെറ്റലായിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് 3 ചെയിൻ കൊടുക്കാം. അപ്പോൾ 2 പെറ്റലിൻ്റെ ഇടയ്ക്ക് എപ്പോഴും 3 ചെയിൻ ഉണ്ട്. അതിനുശേഷം വീണ്ടും നമുക്ക് 2 ഡബിൾ ക്രോഷ്യ. അപ്പോൾ അടുത്ത പെറ്റലാണ് 2 ഡബിൾ ക്രോഷ്യ വരുമ്പോൾ. ഇനി വരുന്നത് 3 ചെയിനാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ 2 പെറ്റൽ ഉണ്ടാക്കണം. ഓരോ ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് 2 പെറ്റൽ. അങ്ങനെ നമുക്ക് ടോട്ടലി 6 പെറ്റലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 6 പെറ്റൽ ചെയ്തതിന് ശേഷം വരാം. ഇപ്പം നമ്മുടെ 6 പെറ്റലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 3 ചെയിൻ കൊടുക്കാം, എന്നിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് 3 ചെയിൻ വേണം. അതിൻ്റെ ഗ്യാപ്പിലാണ് നമ്മൾ അടുത്തത് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് അതിലേക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് റെഡ് യാണാണ്. റെഡ് യാൺ നമുക്ക് 3 ചെയിൻ ഇട്ട് കൊടുത്ത സ്പേസിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 3 ചെയിനാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമ്മൾ ഒന്നാമത്തെ ഡബിൾ ക്രോഷ്യ ആയിട്ട് കൂട്ടും. അപ്പോൾ ഇനി നമുക്ക് 2 ഡബിൾ ക്രോഷ്യയും കൂടെ വേണം. 3 ഡബിൾ ക്രോഷ്യ ഉള്ള പെറ്റലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ പെറ്റൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ചെയിൻ്റെ കൂടെ 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ 8 ചെയിൻ ചെയ്യണം. വലിയൊരു സ്പേസാണ് നമുക്ക് അവിടെ വേണ്ടത്. അവിടെയാണ് നമ്മുടെ ഈ ഒരു പെറ്റൽ വരുന്നത്. അതിന് ശേഷം നമ്മൾ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. ഒരു ഹോളിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മളൊരു ചെയിൻ കൊടുത്തിട്ട് ഇത് തന്നെയാണ് ബാക്കി ഹോളുകളിലും ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതിന് ശേഷം 8 ചെയിൻ ചെയ്യുക. വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ചെയിൻ കൊടുക്കുക. റെഡ് യാൺ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് തിക്കായിട്ടുള്ള യാൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഫ്ലവർ നന്നായിട്ട് സ്റ്റിഫായിട്ടിരിക്കും. വലിയ പെറ്റലായതുകൊണ്ട് നല്ല തിക്കായിട്ടിരിക്കുകയാണെങ്കിലായിരിക്കും ഇതിന് ഭംഗി കൂടുതലുണ്ടായിരിക്കുക. അങ്ങനെ നമുക്കിത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഈ റൗണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഇതാദ്യം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഒരു ചെയിൻ ചെയ്തിട്ട് ഏറ്റവും മുകളിലത്തെ 3ാമത് വരുന്ന ചെയിനിലേക്ക് നമുക്ക് ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ ഹോൾ വരെ ചെല്ലണം. അതുകൊണ്ട് ഇനി വരുന്ന 3 സ്റ്റിച്ചിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ജോയിൻ ചെയ്തുകൊണ്ട് ആ ഹോളിലൊന്ന് എത്തിച്ചേരാം. ഇനി നമുക്ക് 3 ചെയിൻ ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൂട്ടുന്നത്. ഇനി 7 ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്ത് കൊടുക്കണം. ടോട്ടൽ 8 ഡബിൾ ക്രോഷ്യയാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ വേണ്ടത്. ഡബിൾ ക്രോഷ്യ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ പെറ്റലൊന്ന് സൈഡിലേക്ക് പ്രസ് ചെയ്തിട്ടൊന്ന് അടുപ്പിച്ച് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും സ്പേസ് കിട്ടുകയുള്ളൂ. കാരണം മറ്റേ സൈഡും ചെയ്യേണ്ടതാണ്. 8 പെറ്റൽ ഒരു പാർട്ടിലേക്ക് മാത്രം വേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് 4 ചെയിൻ കൊടുക്കാം. ഒരു പാർട്ടിലേക്കുള്ള ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് 4 ചെയിൻ. അതിനുശേഷം മറ്റേ പാർട്ടിലും 8 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പെറ്റൽ വരുന്നത് ഒരു സൈഡിൽ 8 ഡബിൾ ക്രോഷ്യ, നടുക്ക് 4 ചെയിൻ, അടുത്ത സൈഡിലും 8 ഡബിൾ ക്രോഷ്യ. ഇങ്ങനെയാണ്. ഇനി അടുത്ത വരുന്ന ചെറിയ സ്പേസിൽ നമുക്കുള്ള സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. അതിനുശേഷം അടുത്ത വരുന്ന വലിയ ഹോളിലേക്ക് വീണ്ടും 8 ഡബിൾ ക്രോഷ്യ, 4 ചെയിൻ, വീണ്ടും 8 ഡബിൾ ക്രോഷ്യ. അത് കഴിഞ്ഞുള്ള ചെറിയ സ്പേസിനകത്ത് ഒരു സിംഗിൾ ക്രോഷ്യ. ഇനിയുള്ള എല്ലാ പെറ്റൽസും നമുക്ക് ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ലാസ്റ്റ് പെറ്റലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചെറിയ സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യയും കൂടെ ചെയ്തെടുത്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുകയാണ്. ഇനി ശേഷം നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പെറ്റലിൻ്റെ 3ാമത്തെ ചെയിനിലേക്ക് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഫിനിഷായി. ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള വളരെ മനോഹരമായ ഒരു ഫ്ലവറാണ്. അത് നമുക്ക് ഡബിൾ പെറ്റൽ വേണമെങ്കിൽ നമുക്ക് വേറൊരു ഫ്ലവറും കൂടെ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. മുകളിൽ വെക്കുന്ന ഫ്ലവറിന് നമുക്ക് സൈസ് ചെറുതാക്കി കൊടുക്കാം. അതിന് നമുക്ക് ചെയിൻ കൊടുക്കുമ്പോഴത്തേക്കും 8 ചെയിൻ എന്നുള്ളതിന് പകരം 6 ചെയിൻ കൊടുക്കാം. അതിനകത്ത് ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 6 ഡബിൾ ക്രോഷ്യ ചെയിൻ 6 ഡബിൾ ക്രോഷ്യം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെറ്റൽ ചെറുതായി കിട്ടും.
വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് കാണാം. അതുവരേക്കും ബൈ.